ഡിയർ നമ്മുടെ റഷീദ് ഭായ് എത്തി ആഴ്ചത്തെ ഒരു ദിനം ആഘോഷിക്കാന്നല്ല എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു ഡേ വിത്ത് റഷീദ്. ഇല്ലാതെ അതായത് സാധാ സൺഡേ ആളുകൾ എങ്ങനെ ചെലവഴിക്കുന്നു, നമ്മളെങ്ങനെ ചെലവഴിക്കുന്നു. അതെ, ഉറങ്ങി തീർക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്ന് നമ്മള് ഈ അമ്പിലാണ് ഉള്ളത്. ഇവിടെ ചായ കുടിച്ചിട്ട് പോകണോ അതോ പോകുന്ന വൈകി കുടിക്കുക? ഓക്കെ, താങ്കളല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? ഇന്നതാ ഡ്രൈവ് ചെയ്തോളൂ. അല്ലല്ല, ഡ്രൈവ് ചെയ്തോളൂ. ഓപ്പൺ. ആ ഓക്കെ. ഈ വണ്ടിക്ക് എന്താടാ കുഴപ്പമോ? തുറക്കൂ, ഓപ്പൺ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോയ വാഹനമാണിത്. ഞാൻ ആ ഭാഗത്തിരിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇന്ന് ഡേ വിത്ത് റഷീദ്, അതുപോലെ സൺഡേ നമ്മളെങ്ങനെ ചെലവഴിക്കും. അപ്പോൾ സാധാരണ ഞായറാഴ്ച സുഹൃത്തുക്കളെ, സാധാരണ ആളുകളൊക്കെ ചോദിക്കുകയാണ് അരമാശം നിങ്ങൾ യാത്ര പോയാലാണോ എന്താണ്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു? നമ്മള് രോഗി സന്ദർശനം അല്ല, ഇന്ന് എങ്ങനെ. അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഈ ഞായറാഴ്ച ഫലപ്രദമായി നമ്മളൊരു യാത്ര നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, നാട്ടിലൂടെ ഉള്ളൊരു കറക്കം. അപ്പോ റഷീദ് ഭായിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ല. നമ്മുടെ പൂനൂരിലെ സാമൂഹ്യ പ്രവർത്തകൻ, വിവിധ മേഖലകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ഏത് പാതിരാത്രിയും ഒരു വിളിപ്പുറത്ത് നമ്മുടെ റഷീദ് നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ സാമൂഹ്യ രംഗത്ത്, സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, അതുപോലെ ലീഗൽ രംഗത്ത്, അങ്ങനെ എല്ലാത്തിലും പൂനൂരുകാർക്ക് അത്രയും പ്രിയപ്പെട്ട റഷീദിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ ഈ വഴിയിൽ ഓരോ രംഗങ്ങളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും കൂടെ റഷീദ്, ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മളൊരു സുഹൃത്തിന് കാലിനൊരു അപകടം പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ VOT കരീമാഷ്. ഓക്കെ, അദ്ദേഹത്തോട് പറയേണ്ടത് ലൈവ് അല്ലാത്തതോട് ചിലപ്പോൾ അദ്ദേഹം കണ്ടില്ല എന്ന് വരും. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് വേണ്ട സർപ്രൈസ്. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ കരീമാഷുടെ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് ഞങ്ങളുള്ളത്. പിന്നെ നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന പ്രത്യേകത, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും റഷീദ് ആയിരിക്കും വണ്ടി ഓടിക്കുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിൽ അതിവൈദഗ്ധ്യം ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം. രണ്ട്, ഏത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് സ്വന്തം വണ്ടി പോലെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റഷീദ്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ സേവന ജീവിതത്തിൽ വാഹനം ഒരു പ്രധാന ഘടകമാണല്ലോ, അല്ലേ റഷീദ്? കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഒക്കെ തന്നെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച്. ഡ്രൈവിംഗ് താങ്കളുടെ ഒരു പാഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ യാത്ര ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും ഡ്രൈവ് ചെയ്യാൻ ഒരു മടിയാണ്. അപ്പൊ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഡ്രൈവിങ്ങിനെ കുറിച്ച്? ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിലേക്ക് ഡ്രൈവ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മളെ റോഡിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അതിന്റെ ഒരു സുരക്ഷിതത്വം മറ്റുള്ളവരുടെ ജീവനോട് നമ്മള് കാത്തു സൂക്ഷിച്ചാണ് ഡ്രൈവിങ്ങിന് ചെയ്യാറ്. അപ്പോൾ അല്ല, സ്വന്തം ജീവിതത്തിൽ ഈ ഡ്രൈവിംഗ് നേരത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ അല്ല, എവിടെ പോവുകയാണെങ്കിൽ ഇനിയിപ്പോ താങ്കളുടെ കുടുംബത്തിലായാലും അതിലെ സുഹൃത്തുക്കളുടെ കൂടെ ആയാലും ഒക്കെ ഡ്രൈവിംഗ് വളരെ സന്തോഷത്തോടെ താങ്കൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു പാഷൻ ആണോ എന്താണ്? ഡ്രൈവിംഗ് എനിക്ക് പാഷനാണ്. വളരെ എനിക്ക് ഒരു വെറുതെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. കറക്റ്റ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പം നമ്മൾ 2-3 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ ഇരിക്കുകയാണ്, അടുത്ത സീറ്റിലേക്ക് ഇരിക്കുക. ഡ്രൈവിംഗിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വർക്കിംഗ് ആണ്. ഓൾറെഡി നമ്മളെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, ഡ്രൈവിംഗിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്ടിവിറ്റീസിലേക്കാണ് എനിക്ക് താല്പര്യം. ഈ ഡ്രൈവ് ചെയ്യുന്നവർക്കും അല്ലെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നവർക്കും ലൈസൻസ് എടുക്കുന്നവർക്കും താങ്കൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഉപദേശമോ അങ്ങനെ എന്തെങ്കിലും നൽകാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ആക്കുകയാണെങ്കിലും വണ്ടി സീറ്റ് ബെൽറ്റ് പോലുള്ള കാര്യങ്ങളിലും അതേപോലെ ടയർ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മളിപ്പം അറിയില്ല, രാത്രിയൊക്കെ കൊണ്ടുപോയി വെക്കുന്ന വണ്ടിയാണെങ്കിൽ വണ്ടിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല. രാവിലെ ഒരു ചെറിയ ചെക്കപ്പ് എന്തായാലും ജീവനാണ്, നമ്മൾ പലരുടെ ജീവനാണ്, വണ്ടിയിൽ കയറുന്നവരൊക്കെ ജീവനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മതി, നമുക്കറിയില്ല. വണ്ടിയെ നിർത്തിയിടുമ്പോ ഒന്നെങ്കിൽ ടയറിന്റെ വിഷയം ഉണ്ടാവും, ഇനി വണ്ടിയുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാം, പല രൂപത്തിൽ അങ്ങനെ പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. പല അപകടങ്ങളും വരുന്ന അതിന്റെ ഭാഗമാണ്. ചില സ്ഥലങ്ങളിൽ വണ്ടി കത്തിപ്പോയി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് വേണ്ട രൂപത്തിലേക്ക്
മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുപരി സുരക്ഷിതത്വം എന്ന സാധനം പാലിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് വണ്ടി എടുക്കുന്നത് സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ ഭാഗങ്ങൾ 4 ടയർ നോക്കുക, അതേമാതിരി അറ്റ്ലീസ്റ്റ് നമ്മൾ 4 ടയറെങ്കിലും അതിന്റെ അതുപോലെ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒറ്റ ഒന്ന് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഒന്ന് ഓൺ ആക്കിയിടാം വണ്ടി. സ്റ്റാർട്ട് ആക്കുന്നതിന് മുന്നേ ഓൺ ആക്കി നോക്കുമ്പോൾ നമ്മളെ ആ ബോർഡിൽ കംപ്ലീറ്റ് അതിന്റെ ഓരോ കളും കാണിക്കും. ഓയിൽ കുറവുണ്ടെങ്കിലോ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നേരെ വർക്ക്ഷോപ്പിലൊന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വണ്ടിയായിട്ട് അറിയുന്ന ആളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക. വണ്ടിയായിട്ട് പോകുമ്പോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വണ്ടിയിൽ നിന്ന് വന്നത്. നോക്കുമ്പോ അതില് വെള്ളത്തെ വിഷയമാണ് അന്ന് സംഭവിച്ചത്. കാരണം ഭീതിപ്പെടുത്തുന്ന സംഭവമാണ്. പെട്ടെന്ന് നമ്മള് സുപ്രഭാതത്തിൽ വണ്ടിന്റെ ബോണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് പെട്ടെന്ന് തന്നെ ഒരു വെപ്രാളത്തില് പലതും ഉള്ളിലേക്ക് ഒന്നാമത് പേടി വരെ സംഭവിക്കും. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മുടെ കുട്ടികളോ മറ്റോ വണ്ടിയിലുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പ്രാഥമികമായ കാര്യങ്ങൾ ഇത് നമ്മൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യം. നമ്മളൊരു മനുഷ്യനെ പരിപാലിക്കുന്നത് പോലെ തന്നെ നമ്മുടെ യന്ത്രങ്ങളെയും നമ്മൾ പരിപാലിക്കേണ്ടത്. അപ്പോൾ ഏതാനും സുഹൃത്തുക്കൾ നമ്മൾ യാത്ര തുടരുകയാണ്. കരീം മാഷിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എ ഡേ വിത്ത് റഷീദ് ആൻഡ് ഹാപ്പി സൺഡേ ഹോളിഡേ. അപ്പൊ ഞായറാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മളെ റഷീദ് പറഞ്ഞതുപോലെ ചിലർ ഉറങ്ങി തീർക്കുന്നു, ചിലർ വൈകുന്നേരം എങ്ങോട്ടെങ്കിലും പോകുന്നു, ചിലർ കുട്ടികളുടെ കൂടെ പോകുന്നു, അത് ചിലർ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്നു, ചിലർ അതേപോലെ പുഴയിൽ ചാടാൻ പോകുന്നു, ചിലർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കല്യാണത്തിന് പോകുന്നു, അങ്ങനെ പലതും. പക്ഷെ എനിക്ക് തോന്നുന്നത് വിവാഹത്തിനൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് കലോറി അടിച്ചു കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും ഇതാ നമ്മുടെ വെട്ടിയൊഴിഞ്ഞ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ കരീം മാഷിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കരീം മാഷിയുടെ വീട്ടിലേക്ക് റഷീദ് ഇതാ വണ്ടി ഇറക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടി കൊണ്ടുപോകാൻ അതിവിദഗ്ധനാണ് നമ്മുടെ റഷീദ്. സുഹൃത്തുക്കളെ, അങ്ങനെ കരീം മാഷ വീട്ടിൽ ഞങ്ങൾ എത്തി. പക്ഷേ അദ്ദേഹം വീട്ടിലില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കാല് സുഖമില്ല എന്നുണ്ട് കാണാൻ പോയതാണ്. പക്ഷെ അദ്ദേഹം തൊട്ടടുത്ത വീട്ടിലേക്കോ റേഞ്ച് ഇല്ലാത്ത ഏതൊരു സ്ഥലത്തേക്കാണ് പോയത്. എന്തായി പറഞ്ഞു വെട്ടി കഴിഞ്ഞോട്ടോ, അല്ല സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ചമ്പ്രൗണ്ട്. അപ്പോ ഏതായാലും അദ്ദേഹത്തെ തിരഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ കരീം മാഷ് വരുന്നതിന്റെ മുമ്പ് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. വെട്ടി കഴിഞ്ഞ ഓട്ടത്തില് നമ്മുടെ ചായക്കടന്റെ അടുത്ത് ഇതാ ഈ ചായക്കടയിൽ ഇറങ്ങി ഒരു നാടൻ ചായ കുടിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ലർഷി അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റും പൊറോട്ടയും കഴിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. കരീം മാഷായിരുന്നു നമ്മൾ ഇതുവരെ കാത്തുന്നത്. അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാഷെ, ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണല്ലോ നിങ്ങൾ പോയത്. നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ പോയി തിരിച്ചു വന്നതാണ്. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്. ഏതായാലും സുഹൃത്തുക്കളെ, കരീം മാഷ് ഇതാ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. കരീം മാഷെ, ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങിയതാണ്. ഒന്നുകൂടി കുടിക്കുന്നോ? എന്താണ് സംഭവം? ഓക്കെ, അങ്ങനെ ഞങ്ങൾ കരീം മാഷ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ കരിഞ്ചോലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കരിഞ്ചോല നമുക്കറിയാം, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്. കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ ദുരന്തമുണ്ടായൊരു സ്ഥലമാണ്. അപ്പോൾ ആ കരിഞ്ചോലയുടെ ഇന്നത്തെ അവസ്ഥ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. കരീമാഷ്, എന്തൊക്കെയാണ് നിങ്ങൾ എവിടെയായിരുന്നു പോയത്? കാലിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കാണാൻ വന്നതാണ്. അപ്പം നിങ്ങൾ വീട്ടിലായിരുന്നു. എന്താണ് സംഭവിച്ചത്? കാലിന് അല്ല, കാല് സുഖായോ? അപ്പോ ഓക്കെ. അങ്ങനെ അതാ കരിഞ്ചോലയിലേക്കുള്ള കയറ്റം ഞങ്ങൾ ഇതാ നിങ്ങൾക്കറിയാം, അങ്ങകലെ കാണുന്ന ആ വലിയ കുന്ന് കണ്ടോ? കരിഞ്ചോലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മളിതാ കരിഞ്ചോല ഇതാ പക്ഷേ ഇറങ്ങിക്കോളൂ. നമുക്കറിയാം കരിഞ്ചോല നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്താ നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളതൊരു വാർത്താ ചാനലല്ല, നമ്മുടെ ഒരു ഞായറാഴ്ച നമ്മളെങ്ങനെ ചിലവഴിക്കുന്നു. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ റഷീദ് അതേപോലെ തന്നെ കരീമാഷ് ഇപ്പം ജോയിൻ ചെയ്തു. നമ്മളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ കരീമാഷ് നമ്മളോട് നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചതാണ്. സാമൂഹ്യ പ്രവർത്തകൻ റഷീദ് നമ്മോടൊപ്പം ഉണ്ട്. അന്നത്തെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത റഷീദ് നമ്മോടൊപ്പം ഉണ്ട്. റഷീദ് ഭായ് കമാൺ, പിടിച്ചോളൂ. കുറച്ച് പറഞ്ഞോളൂ, അവിടുന്ന് പറഞ്ഞോളൂ. എന്താണ് അന്നത്തേതും ഇന്നത്തേതുമായിട്ടുള്ള എന്താണ് അതിൻ്റെ അടുത്ത് ഞാനൊരു ഗട്ടറിൽ ചാടിപ്പോയതാണ്. എന്താണ് ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ കണ്ടല്ലോ, അപ്പൊ എന്താണ് ഒരു ഓർമ്മക്കുറിപ്പ്? വളരെ ചുരുക്കി പറഞ്ഞോളൂ. ഇപ്പോഴും ആ രംഗങ്ങളാണ് മനസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചളിവിളിയായിരുന്നു. ഇത് ഈ കാണുന്നതൊക്കെ ഒരു വീടായിരുന്നു. ഇപ്പം JCB കണ്ടപ്പോ ഏതാണ്ട് ഒരു ഓർമ്മ വന്നല്ലോ. ഇതൊരു വീടായിരുന്നു. ഇത് കംപ്ലീറ്റ് ഒലിച്ചു താഴോട്ട് പോയതാണ്. ഓരോ ബോഡികൾ എടുക്കുമ്പോൾ മനസ്സിന് വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നോമ്പ് അനേകം രക്ഷാപ്രവർത്തകർ വന്ന് അവര് രാപ്പകൽ ഇവിടെ പാർത്തുകൊണ്ടാണ് ഓരോ വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഓരോന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു പാറിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സമയം. എനിക്ക് ആ രംഗമാണ് ഓർമ്മ വരുന്നത്. അത് കൈ കയറ്റി ചെറിയൊരു ഗ്യാപ്പിൽ മാത്രം നിന്നിട്ടാണ് അന്ന് മകന് കുടുങ്ങിക്കുന്ന ഉമ്മയും. താങ്കൾ എത്ര ദിവസം ഇവിടെ ഉണ്ടായി, അല്ലെങ്കിൽ എപ്പോഴാണ് അറിഞ്ഞത്? അന്ന് രാത്രിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങൾ പള്ളി കഴിഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങൾ വീട്ടിലേക്ക് വന്നു. നമ്മള് അനേകം ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി എല്ലാ സംഘടനകളും ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവന്റെ തുടിപ്പ് ഏതൊരു രൂപത്തില് പിന്നെ രക്ഷപ്പെടുത്താമെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും പ്രവർത്തനം ഉണ്ടായിരുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഓരോരുത്തരും ഈ പറഞ്ഞ നോമ്പ് നോമ്പ് നോറ്റിട്ട് തന്നെ അധികം ആൾക്കാരും ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. പിന്നെ ഇങ്ങോട്ടാണ് കുത്തിയൊലുക്കി താഴോട്ടേക്കാണ് പോയത്. ആ സമയത്തൊന്ന് ഇപ്പോൾ കാട് പിടിച്ചെടുക്കുകയാണ്. മുമ്പ് ഇവിടെ വന്നവർക്കറിയാം. അതിലന്ന് കളക്ടറായിരുന്ന സാറൊക്കെ വളരെ നിന്നിട്ടാണ് നമുക്ക് നിർദ്ദേശം നിന്നിട്ടാണ് അന്നൊക്കെ നമ്മൾ പ്രവർത്തിച്ചത്. എന്തായിരുന്നാലും പിന്നെ അന്ന് നമ്മളെ താലൂക്ക് പിന്നെ അപ്പോൾ സുഹൃത്തുക്കളെ, ജോലിയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ കുടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നാട്ടിൽ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുകയാണെന്നാണ് ഇവിടെ നമ്മളോട് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. മാഷേ, ഓക്കെ, നമുക്ക് പോകാം. അപ്പോൾ മാഷേ, നമ്മൾ തിരിച്ചു പോവുകയല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലമല്ലേ? അപ്പോൾ നാട്ടുകാർ പറഞ്ഞാണ് ഇവിടെ ഗ്രൗണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതായാലും മുമ്പത്തെ ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് തികട്ടി വരികയാണ്. എന്തായാലും കരിഞ്ചോല നമ്മൾ കണ്ടു. ഇവിടെ അതിശക്തമായ വെയിലാണ്, നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റഷ്യേ, നമ്മളെ ആസിൽ ബേക്കൊന്ന് 2 മിനിറ്റിലേയും മേടിച്ചാലേ? ഓക്കെ ഓക്കെ, എന്നാ പോവാം. ചൂടായി. യെസ്. ഇന്ന് നല്ല എമ്മാതിരി ചൂടല്ലേ? മഴ കണക്കിന് വേനൽക്കാലം മഴക്കാലം മിക്സഡ്. യെസ്. കണ്ണൂരിലെ പ്രശസ്തമായ ആസൽ ബേക്കറിയിൽ നിന്നും നമ്മൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ഓക്കെ അല്ലേ? അടിപൊളി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ബേക്കറി പെട്ടതാണ് നമ്മുടെ ആസിൽ ബേക്കറി അല്ലേ? അതൊക്കെ അദ്ദേഹത്തിൽ കഴിഞ്ഞു. എന്താണുള്ളത്? അതെ. യെസ്. അല്ല, ചൂടുള്ള എന്തോ ആയിക്കോട്ടെ, അല്ലേ? മിന്റിലായി ഉണ്ടോ വണ്ടി? അതെ. മിന്റില്ലേ? മിന്റില്ലാത്ത മിന്റിലായി. ഓക്കെ. യെസ്.
പൂനൂരിൽ നമ്മൾ സന്ദർശിക്കുന്ന, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും ഞായറാഴ്ചകളിലൊക്കെ, ഒരു ബേക്കറിയായ ആസിൽ ബേക്കറി, അതുപോലെ കാൻഡി ബേക്ക്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ തോണിക്കടവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാർപ്പൊയിൽ പള്ളിയിൽ നിന്നും നിസ്കരിച്ചു. ഇനിതാ ഞങ്ങൾ തോണിക്കടവിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ സലീംക്കായുടെ വീട്ടിലെത്തി. സലീംക്ക വലിയൊരു കർഷകനാണ്. അദ്ദേഹം കുമ്പളവള്ളി വളർത്തിയുണ്ടോ, വീടിൻ്റെ മുറ്റത്ത് തന്നെ കുമ്പളവള്ളി. കർമൂസ് ആക്കണം. സലീംക്ക പോവല്ലേ നമ്മൾ? നിങ്ങൾ ഒരു അറിയപ്പെടുന്ന കർഷകനാണല്ലോ അല്ലേ? മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ്. പപ്പായ. വീടിൻ്റെ മുറ്റത്ത് തന്നെ. ഗംഭീരം. എനിക്ക് റോസിൻ്റെ ഒരു കൊമ്പ് വെട്ടിത്തരി. റോസിൻ്റെ ഒരു കൊമ്പ് വെട്ടിത്തരികയാണ്. അത് ഒന്ന് അല്ല, ഈ മഴയത്ത് ഇത് കുഴിച്ചിട്ടുണ്ടാകല്ലോ അല്ലേ? ആയിക്കോട്ടെ. അത് കുറച്ച്. അപ്പം നിങ്ങൾ പുതിയ വീടും ഇത് ഒരു കൃഷിയുടെ പ്രതീകമാക്കി മാറ്റുകയാണല്ലോ അല്ലേ? ഇവിടെ മാവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം അത് യെസ്. എങ്ങനെ ഇളോർമാവ് എങ്ങനെ? ഇളോർമാവ് അതെങ്ങനെ പട്ടി ചെയ്തെടുത്താ? വെരി ഗുഡ്. അതെ, എനിക്ക് ഒരു റോസിൻ്റെ കൊമ്പ്. ഇത് മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇപ്പം കുഴിച്ചിട്ടാൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു കൊമ്പ് വാങ്ങി നമ്മൾ തോണിക്കടവിലേക്ക് പോകാൻ ശ്രമിക്കാൻ പോകല്ലേ? എന്നാൽ അദ്ദേഹം ഇവിടെ ഒരു ഇളോർമാവ് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികൾ, അതേപോലെ തന്നെ പപ്പായ നേരത്തെ ഞാൻ കാണിച്ചു. അങ്ങനെ സലീംക്കയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. സലീംക്ക ഞങ്ങൾ അവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. യെസ്. സലീംക്കയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ തോണിക്കടവിൽ, അതായത് കരിയാത്തുംപാറയിലെ തോണിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഗംഭീര ഇടിയും മിന്നും. അതാണ് നേരത്തെ നമ്മൾ തൽക്കാലത്തെ ഷൂട്ടിങ് നിർത്തി വെച്ചത്. നമ്മളെ എറിയുന്ന രംഗമൊക്കെ പാർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെനിക്ക് അയച്ചാൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മൾ ഈ മഴയാത്ര നമ്മുടെ കരിയാത്തുംപാറയിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ഏതായാലും റഷീദ് ആൻഡ് വട്ടക്കണ്ടി സലീംക്ക, അതേപോലെ എ ഡേ ഇൻ അവർ ലൈഫ് സൺഡേ. ഓക്കെ, മഴ തിമിർത്ത് പെയ്യുന്നൊന്നുമില്ലെങ്കിലും നല്ല ഒരു മഴക്കാലം വന്ന അന്തരീക്ഷമാണ്. അങ്ങനെ തലയാട്ട് നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ കക്കയത്തെ യാത്ര. അപ്പോൾ കക്കയത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വീതിയിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ വീതിയിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സൗകര്യപ്രദമായിട്ട് നമ്മുടെ വിദഗ്ധ ഡ്രൈവർ, നമ്മുടെ റഷു സമർത്ഥമായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷു, നമ്മളെ ടയറിന് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. പുതിയ 4 ടയറാണ്. ഓക്കെ. വണ്ടി ലോക്കലാണെങ്കിലും ടയർ. അതായത് ഭാവി നന്നായിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലേ സലീംക്ക? ഓക്കെ. അപാര വീതിയിലാട്ടോ റോഡ് വരുന്നത്. ഈ റോഡിനെ പറ്റി വല്ലതും അറിയോ മിസ്റ്റർ റഷീദ്? വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതേപോലെ നമ്മളെ KCB-യും തമ്മിലുള്ള ഒരു വിഷയം കുറെ വെയിറ്റ് ചെയ്ത്. ശരി. സാധാരണ ഈ റോഡ് കുഴിക്കുന്ന ടീമിന്റെ പേരെന്തായിരുന്നു? വാട്ടർ അതോറിറ്റി അല്ലേ? എല്ലാം ലെവലായിട്ട് കുഴിച്ച് പൈപ്പിടാൻ വരുന്ന ടീം. സാധാരണ ഓലുമായിട്ടായാലുണ്ടായാൽ എന്തായാലും റോഡിന്റെ ഇപ്പം നമ്മൾ കുറച്ച് സഹിച്ചേ പറ്റൂ. റോഡ് നല്ല വീതിയിലാണ് സുഹൃത്തുക്കളെ വരുന്നത്. കുറച്ച് കാലോട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂറിസ്റ്റ് വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ കക്കയത്തേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ കക്കയത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ റഷീദ് ഭായിയുടെ സുഹൃത്തിൻ്റെ പാർക്കിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. റഷീദ് ഭായ്, ഇപ്പോൾ എത്തിയ സ്ഥലം എന്താ? ഇത് കക്കയത്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മേരി നടന്നോളൂ. വേവ്സ് സെറ്റ് ചെയ്തതാണ് നമ്മൾ. ബിജു കക്കയും
ടീമാണ് ഇത് സെറ്റ് ആക്കിയത്, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട്. അല്ല, അവിടെ ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ടോ? ടിക്കറ്റ് ഉണ്ട്. ടൈം ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ചത്തെ ഒരു ദിവസം, പ്രത്യേകിച്ച് നാളെ സ്കൂൾ വർക്കാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ദിവസം നാട്ടിലൂടെ, അതാണ് നമ്മളെ തീം. അപ്പോൾ നമ്മളതാ സെലിംഖാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പാർക്കൊന്ന് പോയി നോക്കാം. യെസ്. ഇതൊരു പ്രൈവറ്റ് പാർക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന തോണിക്കടവിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഓണർ ഇതാ വണ്ടിയിൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ ഈ പാർക്കിലൂടെ, ഇതൊരു ഗംഭീര പാർക്കാട്ടോ സലീംക്ക. പിന്നെ ഇവിടെ നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റിലാണ് വരുന്നത്. വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പാർക്കിലേക്ക് ആദ്യമായിട്ടാണ്. നമ്മുടെ സുഹൃത്തിന്റെ പേര് സുഹൃത്തിന്റെ പേര് ബിജു കക്കയാണ് ഇത് നടത്തുന്നത് അല്ലേ? ഓക്കെ. സുഹൃത്തുക്കളും കൂടിയിട്ടാണ്. അപ്പോ ശരിക്കും നമ്മുടെ നാട്ടില് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. ഓക്കെ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് കരിയാത്തുപാറ എത്തിയപ്പോ നമ്മുടെ പേര് ഞാൻ മറന്നു, ബിജു കക്കയ. അതെ, ബിജു കക്കയം നമ്മുടെ റഷീബയുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വളരെ വിശാലമായ ഒരു പാർക്ക് ഇതാ ഞാൻ നേരത്തെ കാണിച്ചതല്ലോ, ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, നമ്മോട് കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പാർക്ക് സ്ഥാപിക്കണം എന്ന് അങ്ങനെ ഒരു ഉണ്ടാവുമല്ലോ? അപ്പോൾ എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? 26 പേരുള്ള ഗ്രൂപ്പാണ്, റെസ്ക്യൂ ടീമാണ്. റെസ്ക്യൂ ടീം. ഓക്കെ. അപ്പം കേരളത്തിലെ ഏകദേശം 8 ജില്ലകളിൽ ഞങ്ങൾ റെസ്ക്യൂ നടത്തി വരുന്നുണ്ട്. അത് ശരി. അപ്പം അവരെ നമ്മളിപ്പം ഒരു 18 ദിവസവും 20 ദിവസമൊക്കെ ചിലപ്പം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഞങ്ങളെല്ലാം തന്നെ സാധാരണ ഓരോ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് എന്ന ഒരു ലക്ഷ്യത്തില്. കാരണം ഇവിടെ കുറെ ടൂറിസ്റ്റുകൾ നിരവധി വരുന്ന ഒരു സ്ഥലമാണ് ഈ കരിയാത്തമ്പാറ കക്കയം. അപ്പൊ ഇവിടെ വരുമ്പോ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പൊ അതും കൂടി ഈ കൂടത്തിൽ ഒരുക്കിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങളും കാഴ്ചകളൊക്കെ ഒരുക്കാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വെറും ഒരു പാർക്ക് അല്ലത്, അല്ല, ഒരിക്കലും അല്ല. പിന്നെ ഞങ്ങൾ ഇപ്പോഴും സൗജന്യ സേവകരാണ്, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തിയത്? പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്? അല്ല, ഇത് ലീസിനാണ്, ലീസിന് ഉള്ള സ്ഥലമാണ്. അപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞോളൂ. അതായത് പിന്നെ റെസ്ക്യൂ ടീം ഇവിടെ വന്നിട്ട് പരിശീലനം നേടുന്നു. നമ്മളെ എല്ലാ ആഴ്ചയിലും നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അണ്ടർ വാട്ടർ ക്യാമറ ഉണ്ട്. അപ്പം നമ്മളിപ്പം നടത്തിയിട്ടുള്ള റെസ്ക്യൂകളിൽ ഏറ്റവും വലുത് പാലക്കാട് ബാബു പാറമടയിൽ കുടുങ്ങിയപ്പം, പിന്നെ അതുപോലെ ഇടുക്കി ഡാമിനകത്ത് 2 ആദിവാസികൾ പോയപ്പോൾ, പിന്നെ നിരവധിയായിട്ടുള്ള ഈ വെള്ളത്തിൽ കാണാതെ പോയി കഴിഞ്ഞാൽ ഈ കണ്ടെത്താനുള്ള ഈ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ സംവിധാനം ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് നിങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? അതെ. അപ്പം എന്തൊരു ഇന്നത്തെ ദിവസം ധന്യമായി എന്ന് പറയാം. കാരണം ഈ യാത്രക്കിടയിൽ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ നമ്മളെ റഷീദ് ഭായി സാമൂഹ്യ പ്രവർത്തകരാണ്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, ഭൂമിയിലത്തെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിനേക്കാൾ നല്ല പ്രവൃത്തി മറ്റെന്തുണ്ട്? ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ. അപ്പം അതിനിടയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, അപ്പം അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സമ്പന്നത എന്ന് പറയുന്നത് സമൂഹമാണ്. ആ സമൂഹത്തിന് വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യവും. അപ്പൊ ഇതിലുള്ള ആളുകളൊക്കെ തന്നെ അത്തരം വർക്കുകൾ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ പുനരധിവാസമാണ്. കാരണം നമ്മൾ ഇങ്ങനെ വർക്കിന് പോകുമ്പം വീട് ഒരിക്കലും പട്ടിണിയായി പോകാൻ പാടില്ല. അപ്പൊ അതാണ്. പിന്നെ ഇതിൽ നിന്നും ഒരു 10% നമ്മൾ റെസ്ക്യൂവിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞു പാലക്കാട് കാര്യം, അതുപോലെ ഒരു ഫ്ലഡ് വന്നല്ലോ. തീർച്ചയായിട്ടും പുത്തുമലയിൽ ദുരന്തത്തില് സെൽവൻ എന്ന് പറഞ്ഞ ആളുടെ ബോഡി ഞങ്ങളായിരുന്നു എടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നെ മലപ്പുറം ജില്ലയിലും കരിഞ്ചോലയിലൊക്കെ ഞങ്ങളുടെ ടീം. അതെ, കരിഞ്ചോല ഞങ്ങൾ നേരത്തെ പോയി ഷൂട്ട് ചെയ്തു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കണ്ണൂര്, പേരാവൂര്, കാസർഗോഡ് വരെ
ലിസ്റ്റ് ഇടുക്കി. ഓക്കെ, ഈ സാമൂഹ്യ സേവന രംഗത്തേക്ക് വരാൻ എന്തെങ്കിലും പ്രചോദനം? ഇല്ല, ഞാൻ ചെറുപ്പം മുതലേ സ്കൗട്ടായിരുന്നു. ഇപ്പോഴും സ്കൗട്ടാണ്. വീട്ടുകാരുടെ പ്രചോദനം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നല്ല, ഞാൻ ചെറുപ്പം അതെ അതെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഡിസാസ്റ്റർ ആയിട്ട് ഞാന് ഡിസ്ട്രിക്റ്റിന്റെ കമ്മീഷണറാണ് സ്കൗട്ടിന്റെ. ഓൾ ഇന്ത്യ ബോയ് സ്കൗട്ടിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ഈ അടുത്താണ് ഞാൻ അതിന്റെ. ഞാൻ നിങ്ങളെ പറ്റി ഒന്നും മുന്നോട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണിക്കുക എന്ന് പറഞ്ഞ നമ്മളെ റഷീദ് ഭായി കൊണ്ടുപോകാനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഏകദേശം 1 ലക്ഷത്തിൽ പരം മരങ്ങൾ ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പുറം കാണുന്ന മരങ്ങളൊക്കെ ഞാൻ സ്വന്തം വെച്ചു പിടിപ്പിച്ചതാണ്. ഏകദേശം 40,000-നും. ചുരുക്കി പറഞ്ഞാൽ ഒരു എപ്പിസോഡ് നമ്മൾ നിങ്ങളെ കുറിച്ച് തന്നെ ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലോ, സഹജീവികളോട് എന്ന് വെച്ചാൽ മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. സഹജീവികളോട് നമ്മൾ എപ്പോഴും അവർക്ക് കൂടി വേണ്ടി നമ്മൾ ജീവിക്കണം, എന്നാലേ നമ്മുടെ ജീവിതം പൂർത്തിയാവും. അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പം വെറുതെ ജീവിച്ചു പോവുകയല്ല. അപ്പം നമ്മളെ ജീവിതത്തിൽ കുറെ അർത്ഥങ്ങൾ ഉണ്ടാവണം. അത് ഈ പൊതുസമൂഹത്തിന് വേണ്ടി നീക്കി വെക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം നമ്മളെ കൂടത്തിലുള്ള ആളുകളും അത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിത തിരക്കുകളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്തും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഒരുപാട് നമ്മൾ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഒരു ദിവസം ധന്യമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഏതായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. വീണ്ടും കാണാം. ഏതായാലും നമുക്ക് ചുറ്റി നടന്ന് കാണാം. പ്രമാണിച്ച് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഇപ്പം ഒരു പുതിയ 6 വേർഡ് കൂടി വരുന്നുണ്ട്. കാണുമ്പോഴല്ല കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിലേക്ക് അല്ല ഒറ്റ കാഴ്ച തോന്നി. ശരിക്കും എന്താ തോന്നുന്നത്? വളരെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞങ്ങൾ ഇതുവരെ സംസാരിക്കുകയായിരുന്നു. അതെ അതെ, ഇപ്പം പുതിയ തലമുറക്ക് ആവശ്യമുള്ള സംഭവമാണുള്ളത്. നല്ലൊരു ഏരിയ. ഓക്കെ, ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ. പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ 3 ഭാഗവും വെള്ളം കയറും. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഇതേ സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഇപ്പം 33 എന്നുള്ള നമ്പറിലാണ് വെള്ളം കിടക്കുന്നത്. അത് 44 ആക്കി മാറ്റാൻ പോകും. സുഹൃത്തുക്കളെ, വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ അത്. അപ്പോൾ നമ്മൾ നേരത്തെ ബിജു കക്കയത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു സാമൂഹ്യ പ്രവർത്തകൻ. അദ്ദേഹം റെസ്ക്യൂ ടീമിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഴ ആയതുകൊണ്ട് ഇതിലൊക്കെ വെള്ളം കൂടി ഇല്ലല്ല. ഇനി 6 മാസം വലിയ വർക്കുണ്ടാവില്ല. അപ്പോൾ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ബിജു കക്കയത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. അങ്ങനെ കരിയാത്തുപാറ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ ടിക്കറ്റ് ഇല്ലായിരുന്നു, ഇപ്പോൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല കാഴ്ചയാണ്. ഞാൻ എത്രയോ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് സൺഡേ, ഇന്നത്തെ ഒരു പ്രത്യേകത, നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ അവിടെ സമൂഹമായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സുഹൃത്തുക്കളെ, ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ ചായ കുടിച്ചിട്ടില്ല. അതെ അതെ, ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. എമ്മാതിരി വ്യൂ ആണ്. നമ്മൾ നിൽക്കുന്ന ഓർഡർ എടുക്കണ്ട. 1 മിനിറ്റ്. യെസ്, പോകാം, നമുക്ക് പോകാം.
ഏതായാലും ടിക്കറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നേരമല്ല. അപ്പോൾ നമ്മളൊരുപാട് വീഡിയോ ചെയ്തതാണ്. ശശിയേ കമോൺ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ആ യെസ് യെസ് യെസ്. സർക്കാരിന് കയ്യായിട്ട് അവിടെയൊക്കെ മണ്ണിട്ട് കെട്ടി ലെവലാക്കിയിട്ട് ഇതാ അതിസുന്ദരമായ സ്ഥലം അല്ലേ? മഴ പെയ്തത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എങ്കിലും വെള്ളം കുറവുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ തോണിക്കടവിലെ കാഴ്ചകൾ വളരെ സുന്ദരമായ സ്ഥലം. ഇതിനൊന്നും ബ്യൂട്ടി നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ശിവായ് പ്രകൃതിയുടെ മടിത്തട്ടിൽ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും സൺഡേ നമ്മളെങ്ങനെ ചിലവഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ എന്തെങ്കിലുണ്ടോ? ഇനി നമുക്ക് ഈ വർഷത്തെ നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ഈ വർഷത്തെ ആനന്ദം. അപ്പോൾ ഏതായാലും പിന്നെ ഡേവിസ് ആൻഡ് വി കെ സലീം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞായറാഴ്ച ഞാൻ പറഞ്ഞത് നമ്മൾ രാവിലെ തുടങ്ങിയ ആ യാത്ര. അപ്പോൾ ഇന്നിപ്പോൾ ആ തോണിക്കടവിൽ ഇനിയിപ്പോൾ പൂനൂരാണ് ഇതിന്റെ സമാപനം. ഇതില് തുടക്കം മുതലേ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മള് സൺഡേകളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്നത്തെ ഈ ഒരു വീക്കെൻഡിൽ എങ്ങനെ ചെലവഴിച്ചു. യോഗി സന്ദർശനം നമ്മൾ നടത്തി. എന്റർടൈൻമെന്റ് പാർക്കിൽ നമ്മൾ പോയി. അതേമാതിരി കാണേണ്ട സ്ഥലങ്ങൾ, പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളൊക്കെ മാനസികമായുള്ള സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടു കൂടി കാണുകയും അതേമാതിരി കുടുംബ സന്ദർശനമൊക്കെ നിലനിർത്തണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തനം നമ്മൾ പരിചയപ്പെട്ടു. സാമൂഹ്യ പ്രവർത്തനം അതുപോലെ സലീം കഥ കർഷകനും അധ്യാപകനുമായ സലീം കായുടെ വിവിധ അദ്ദേഹം കൊള്ളൻ തന്നെ നമുക്ക് സമ്മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന നേരം അത് മാത്രമല്ല എന്താണ് ഇതിന്റെ പേര്? MCD എന്ന മലേഷ്യൻ കൊള്ളൻ തെങ്ങ്, മലേഷ്യൻ ഗ്രീൻ നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന നമ്മുടെ സലീം നമ്മുടെ പ്രമുഖ കർഷകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇതൊന്നും നിസ്സാര സംഭവമല്ല. നെല്ല് അതുപോലെ നെല്ല് അത് വീഡിയോ നമ്മള് മറ്റൊരു വീഡിയോയിൽ വിടും. നെല്ല് കൃഷി പൂനൂരിന്റെ കർഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഏതായാലും എല്ലാവരും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ ആളുകളുടെ ഒരു കൂട്ടമാണല്ലോ നമ്മളെ സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് നമ്മളിവിടുന്ന് ചായ കുടിക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചായ ഉണ്ടല്ലോ. അതെ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഞായറാഴ്ച അപ്പൊ എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം കൂടിയാണിത്. അപ്പൊ ഓക്കെ, ഇനി നമുക്കൊരു ചായ കുടിക്കാൻ പറ്റില്ല. ഓക്കെ ബൈ.